ഹലോ എല്ലാവർക്കും നമസ്കാരം. കെ എസ് മെന്റെ യൂട്യൂബ് ചാനലിൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടൊക്കെ തന്നെ നമ്മൾ ഡിഗ്രി പ്രിലിംസ് എക്സാമിന് ഓരോ വിഷയങ്ങളിലും ഏറ്റവും അധികം ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ട ഹോട്ട് ടോപ്പിക് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ ഇതേ മാതൃകയിൽ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് നമ്മൾ ഏറ്റവും അധികം ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്കുകളെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം നമ്മുടെ ഡിഗ്രി പ്രിലിംസ് എക്സാമിന്റെ ഡേറ്റ് വന്നിരിക്കുന്നു. മെയ് 2, മെയ് 16, ജൂൺ 6 തീയതികളിലാണ് നമ്മുടെ എക്സാം നടക്കുക. അപ്പൊ നമുക്കിനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ എക്സാമിന് വേണ്ടിയുള്ളൂ. അപ്പോൾ കൃത്യമായിട്ടിരുന്ന് പഠിക്കാനും ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു സ്മാർട്ട് വർക്കിന്റെ ഹെൽപ്പോട് കൂടി നമ്മുടെ പോർഷൻസ് ഒക്കെ തന്നെ കവർ ചെയ്യുവാനും നമുക്ക് സിലബസ് മൊത്തം കാണാതെ പഠിക്കുക എന്നുള്ളൊരു നയം പോസിബിൾ അല്ല. സോ അതുകൊണ്ട് തന്നെ പി എസ് സിക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ, പി എസ് സിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടോപ്പിക്കുകളിൽ നിന്ന് പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നോക്കി പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് മുൻപിലുള്ള ഇനിയുള്ളൊരു എന്താ നയം എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്സുകൾ നോക്കുക. അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഏറ്റവും ടോപ്പായിട്ട് പി എസ് സി ചോദിക്കുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം ഈ ഒരു വീഡിയോയിലൂടെ. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി അടങ്ങുന്ന 10 മാർക്കിന്റെ ഒരു വെയിറ്റേജ് ആണ് ഹിസ്റ്ററി എന്ന് പറയുന്ന എൻ്റയർ ടോപ്പിക്കിനുള്ളത്. അത് തന്നെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് 25-ലധികം ചോദ്യങ്ങൾ 2021 തൊട്ട് 2025 വരെയുള്ള ഈ ഒരു 13 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലായിട്ടാണ് ചോദിക്കുന്നുണ്ട്. ഇത് തന്നെ 6 വിഷയങ്ങളിൽ നിന്ന്, 6 ടോപ്പിക്സുകളിൽ നിന്ന് ചോദ്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഒരു ഹിസ്റ്ററിയിൽ നമുക്ക് പഠിക്കാനുള്ള ഏരിയാസിൽ നിന്ന് 6 ടോപ്പിക്കുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് റിപ്പീറ്റ് ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് ഈ ഒരു 13 ചോദ്യ പേപ്പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ ഈ 6 ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഏറ്റവും അധികം ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് ഏറ്റവും അധികം ചോദ്യങ്ങൾ വരുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യൻ റിനൈസൻസ് ആണ്. ഇതുവരെ 13 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. ഈ 13 ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് 6 ചോദ്യങ്ങളാണ് ഇന്ത്യൻ റിനൈസൻസ് എന്ന് പറയുന്ന ആ മേഖലയിൽ നിന്ന് വന്നിട്ടുള്ളത്. നിങ്ങൾ ഓർക്കണം, ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്നത് വേൾഡ് ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി അടങ്ങുന്ന 10 മാർക്കിന്റെ ഒരു ഏരിയ ആണ്. 13 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഇതുവരെ നമുക്ക് ഡിഗ്രി പ്രിലിംസിന് വേണ്ടി ഉണ്ടായിട്ടുള്ളത്. ഈ 13 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ 6 ചോദ്യങ്ങൾ ഇന്ത്യൻ റിനൈസൻസിൽ തന്നെ വന്നിട്ടുള്ളതാണ്. ഇന്ത്യൻ റിനൈസൻസ് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം അതൊരു വളരെ ഇമ്പോർട്ടൻസോടുകൂടി തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഹിസ്റ്ററിയിൽ. അപ്പം നമ്മൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിക്ക് വേണ്ടി നിങ്ങൾ സമയം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങൾ കൊടുക്കേണ്ട പ്രയോറിറ്റിയോട് കൂടി നിങ്ങൾ പഠിക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് ഇന്ത്യൻ റിനൈസൻസ് ആണെന്നുള്ള കാര്യം ഓർക്കുക. രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ഫാക്ട്സ് അബൌട്ട് പ്രൊമിനന്റ് ലീഡേഴ്സ്. നമ്മുടെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമ്മൾ കാണുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലീഡേഴ്സ്, ഫോർ എക്സാമ്പിൾ മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്, ജവഹർലാൽ നെഹ്റു, മൗലാന അബ്ദുൽ കലാം ആസാദ് തുടങ്ങിയിട്ടുള്ള നേതാക്കളെ പറ്റി പഠിക്കുക. അവരുടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ്, അവർ നയിച്ച മൂവ്മെന്റ്സ്, അവരുടെ പുസ്തകങ്ങൾ തുടങ്ങിയ ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. 5 ചോദ്യങ്ങൾ ഈ ഒരു ഇമ്പോർട്ടന്റ് ലീഡേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും ഗാന്ധിജിയെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളാണ് കൂടുതൽ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇത് നോക്കുമ്പം ഇന്ത്യൻ റിനൈസൻസും പ്രൊമിനന്റ് ലീഡേഴ്സുമാണ് നമ്മുടെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഹോട്ട് ടോപ്പിക്കുകളായിട്ട് നമുക്ക് പ്രത്യേകം കാണേണ്ട ഏരിയാസ്. ഇവിടെ നമ്മൾ കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യണം. കൂടുതൽ കാര്യങ്ങൾ ഈ ഒരു മേഖലയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റ് ഏരിയാസ് ആണ് കമ്പനി റൂൾ. 1857 വരെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഇന്ത്യ ഭരിച്ചത്. അപ്പൊ ആ ഒരു സമയത്ത് അവർ കൊണ്ടുവന്നിട്ടുള്ള പല പോളിസികൾ, നമ്മുടെ സബ്സിഡറി അലയൻസ്, ഡോക്ട്രിൻ ഓഫ് ലാബ്സ് പോലത്തെ അവരുടെ പോളിസികൾ, അതോടൊപ്പം തന്നെ ചാർട്ടർ ആക്ടുകൾ, റെഗുലേറ്റിംഗ് ആക്ട്, അതിലൂടെ അവർ കൊണ്ടുവന്നിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെന്റ്സ് ഒക്കെ തന്നെ നമ്മൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഇവിടെ നിന്നും ചോദ്യങ്ങൾ, മൂന്ന് ചോദ്യങ്ങൾ ഇവിടെ നിന്നും എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സബ്സിഡറി അലയൻസ് പഠിക്കണം, ഡോക്ട്രിൻ ഓഫ് ലാബ്സ് പഠിക്കണം, അതേപോലെ തന്നെ പലതരത്തിലുള്ള ചാർട്ടർ ആക്ടുകളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും കൂടി പഠിക്കേണ്ടിയിരിക്കുന്നു. പിന്നീട് അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റ് ഏരിയാസ് ആണ് നമ്മുടെ 1857 റിവോൾട്ട്. അതിലെ നേതാക്കൾ, അവര് നേതൃത്വം കൊടുത്ത പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ തന്നെയാണ് ഈ ഏരിയയിൽ നമ്മൾ കൂടുതലായിട്ടും പഠിക്കേണ്ടത്. പിന്നെ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ്, ആ സമയത്ത് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ, ഗാന്ധി ഇർവിൻ പാക്ട്, പട്ടമേശ സമ്മേളനം, ഇതൊക്കെ തന്നെ ഈ ഒരു ഏരിയയിൽ നമ്മൾ പഠിക്കേണ്ടതാണ്. അതേപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെന്റ് ഡ്യൂറിംഗ് ക്രൗൺ റൂൾ, നമ്മുടെ കൗൺസിൽസ് ഓഫ് ഇന്ത്യ ആക്ട് 1861 ഉണ്ട്, ദെൻ 1892 ഉണ്ട്, 1919 ഉണ്ട്, 1909 ഉണ്ട്, 1935 ഉണ്ട്, 1949 ഉണ്ട്, 47 ഉണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ നമ്മൾ ഈ ഒരു ഏരിയയിൽ പഠിക്കേണ്ടതാണ്. ആൻഡ് 2 മാർക്കിന്റെ ചോദ്യങ്ങൾ ഈ ഏരിയയിൽ നിന്നും വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എയർലി ഗാന്ധിയൻ ഫേസ്,
ഇൻഡിപെൻഡൻസ് ആൻഡ് പാർട്ടീഷൻ, മോഡറേറ്റ് നാഷണലിസം, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, വൈസ്രോയ് സ്റ്റിൽ 1905, ഇതെല്ലാം തന്നെ 2 മാർക്ക് വെച്ച് ചോദിച്ചിട്ടുള്ള ഓരോരോ ടോപ്പിക്കുകളാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രയോറിറ്റി ഇന്ത്യൻ റിനൈസൻസ്, ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് അബൌട്ട് പ്രൊമിനന്റ് ലീഡേഴ്സിനൊക്കെ തന്നെ കൊടുക്കുമ്പോഴും ഈ ഏരിയാസിനും അത്യാവശ്യമായിട്ടുള്ള സമയം നമ്മൾ കൊടുക്കണം. കാരണം നമ്മുടെ കടല് പോലെ കിടക്കുന്ന ഹിസ്റ്ററിയുടെ സിലബസിൽ നമുക്ക് പ്രത്യേകം ഫോക്കസ് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ് ഇതെല്ലാം തന്നെ. ഇതെല്ലാം പഠിക്കുകയാണെങ്കിൽ സിലബസ് മൊത്തം കവർ ചെയ്തിട്ടില്ല എങ്കിൽ കൂടിയും നിങ്ങൾക്ക് ഹിസ്റ്ററിയിൽ ഒരു നല്ല കമാൻഡ് കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ഓരോ സബ് ടോപ്പിക്കും ഒന്ന് എടുത്തു നോക്കാം. ഇന്ത്യൻ റിനൈസൻസ് 6 ചോദ്യങ്ങളാണ് നമ്മുടെ 13 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലായിട്ട് നമുക്ക് ഇന്ത്യൻ റിനൈസൻസിന്റെ അകത്തുനിന്ന് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മൾ എന്തൊക്കെയാ പഠിക്കുക? രാജാറാം മോഹൻ റോയ്, ഈശ്വരേന്ദ്ര വിദ്യാസാഗർ, ജ്യോതിബ ഫുലെ, MG റാനഡെ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട നവോത്ഥാന നായകരെ പറ്റി, അവരുടെ സംഘടനകളെ പറ്റി, അവരുടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു മേഖലയിൽ പഠിക്കുക. അപ്പൊ നിലവിൽ 6 ചോദ്യങ്ങളാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ളത്. ഈ 6 ചോദ്യങ്ങളിൽ 4 ചോദ്യങ്ങളും ഹിന്ദു റീഫോം മൂവ്മെന്റ്സിൽ നിന്നിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതേപോലെ ബാക്കി 2 ചോദ്യങ്ങൾ ഒന്ന് ഹിന്ദു റിവൈവലിസത്തിൽ നിന്ന് നമ്മുടെ ദയാനന്ദ സരസ്വതിയെ പോലെയുള്ള നേതാക്കളെ പറ്റിയുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇമ്പാക്ട് ഓഫ് ഇന്ത്യൻ റിനൈസൻസ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സോ പല തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് ഇന്ത്യൻ റിനൈസൻസ്. ഇപ്പൊ നിങ്ങൾ പഠിക്കുമ്പോഴും ലീഡേഴ്സിനെ പറ്റി, അവരുടെ കോൺട്രിബ്യൂഷൻസിനെ പറ്റി, അവരുടെ സംഘടനകളെ പറ്റിയിട്ടൊക്കെ തന്നെ ഫോക്കസ് ചെയ്യുക. 2022-ലും 2023-ലും 2024-ലും ഒക്കെ തന്നെ പല ചോദ്യങ്ങൾ ഈ മേഖലയിൽ നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. 1-2 എക്സാമ്പിൾസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെയൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഏതൊക്കെ മോഡൽ ചോദ്യങ്ങളാണ് ഇന്ത്യൻ റിനൈസൻസിൽ നിന്ന് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം. അടുത്തത് നമ്മുടെ സെക്കൻഡ് നമ്മൾ പറഞ്ഞത് പ്രൊമിനന്റ് ലീഡേഴ്സിനെ പറ്റിയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ 5 ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. ഈ 5 ചോദ്യങ്ങളിൽ 3 ചോദ്യങ്ങളും മഹാത്മാഗാന്ധിയെ പറ്റിയിട്ടാണ് വന്നിരിക്കുന്നത്. സോ മഹാത്മാഗാന്ധിയെ പറ്റിയുള്ള പ്രധാനപ്പെട്ട ഫാക്ട്സ് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹം സ്ഥാപിച്ച സംഘടനകൾ, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ, അദ്ദേഹം നേതൃത്വം കൊടുത്ത ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മൂവ്മെന്റ്സുകൾ, ഏർലി ഫേസും പഠിക്കണം. അതേപോലെ തന്നെയുള്ള NCM CDM പോലെയുള്ള പാൻ ഇന്ത്യൻ മൂവ്മെന്റ്സ് നമ്മൾ ഈ ഒരു മേഖലയിൽ വേണം പഠിക്കാൻ. 2022-ലും 2024-ലും ഈ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ഫോക്കസ് ചെയ്ത് പഠിക്കാം. മറ്റ് ലീഡേഴ്സ് ചോദിച്ചിട്ടുള്ളത് സുഭാഷ് ചന്ദ്രബോസിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ലാൽ ബഹദൂർ ശാസ്ത്രിയെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അപ്പം എല്ലാം പഠിക്കുക. പ്ലസ് ഗാന്ധിജിക്ക് ഇമ്പോർട്ടൻസ് നൽകി തന്നെ പഠിക്കുക. ഗാന്ധിജിയെ പറ്റിയുള്ള ചോദ്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ തന്നെ എക്സാമ്പിൾ ആണ്. ഗാന്ധിജിയുടെ ബുക്കിനെ പറ്റിയുള്ള ചോദ്യം വന്നിട്ടുണ്ട്. ജയ് ജവാൻ ജയ് കിസാൻ സ്ലോഗൻ ആരാണ് റേസ് ചെയ്തെന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്. നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ഫോം ചെയ്തത് ആരാണ് കാരണക്കാരെന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്. സോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പ്രധാന പങ്ക് വഹിച്ച നേതാക്കളെ പറ്റി പഠിക്കുക. പഠിക്കുമ്പോൾ കുറച്ചധികം ഫോക്കസ് മഹാത്മാഗാന്ധിക്ക് നൽകുക. ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്ക്. ഇനി മറ്റ് പെരിഫറൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഏരിയാസ് ആണ് കമ്പനി റൂളും അതേപോലെ തന്നെ വൈസ്രോയ് സ്റ്റിൽ 1905. കമ്പനി റൂളിൻ്റെ അകത്ത് നമ്മൾ പഠിക്കുക ചാർട്ടർ ആക്ട് ഒക്കെ തന്നെയാണ്. നമ്മൾ നേരത്തെയും പറഞ്ഞു. ഇപ്പം 3 ചോദ്യങ്ങളാണ് ഈ മേഖലയിൽ നിന്ന് വന്നിട്ടുള്ളത്. 22-ലും 23-ലും വന്നിട്ടുണ്ട്. സോ ചാർട്ടർ ആക്ടുകളെ പറ്റി കൃത്യമായിട്ട് തന്നെ പഠിക്കുക. അതോടൊപ്പം തന്നെ സബ്സിഡറി അലയൻസ്, ഡോക്ട്രിൻ ഓഫ് ലാബ്സ് പോലത്തെ നയങ്ങളെ പറ്റിയിട്ടും കൂടി ഒന്ന് അറിഞ്ഞു വെക്കുക. പിന്നെ വൈസ്രോയ് സ്റ്റിൽ 1905 നമ്മുടെ ലോർഡ് ലിട്ടൺ ഉണ്ട്, റിപ്പൺ ഉണ്ട്, ഡഫറിൻ ഉണ്ട്. അപ്പം ഇവരെ പറ്റിയൊക്കെ തന്നെ പഠിക്കുക. ഇവരുടെ കാലത്തെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സിനെ പറ്റിയിട്ട് നോക്കുക. ലിട്ടൺ ആകുമ്പം വെർണാക്കുലർ പ്രസ് ആക്ട് വരും, ആംസ് ആക്ട് വരും. റിപ്പൺ ആകുമ്പം ഇൽബർട്ട് ബിൽ കോൺട്രവേഴ്സി അദ്ദേഹത്തിന്റെ സമയത്തുണ്ടായിരുന്നതാണ്. നമ്മുടെ ഫാദർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് റിപ്പൺ. ഡഫറിന്റെ കാലത്താണ് കോൺഗ്രസ് പ്രസ്ഥാനം രൂപീകരിച്ചത്. ലോർഡ് കേഴ്സന്റെ സമയത്താണ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ പ്രഖ്യാപിച്ചത്. അപ്പം ഓരോ വൈസ്രോയ്സിനെ പറ്റിയിട്ടും അവരുടെ കാലത്തുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സും ഫോക്കസ് ചെയ്യുക. 2 മാർക്കിന്റെ ചോദ്യങ്ങൾ ഈ ഏരിയയിൽ നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തേരെ. എക്സാമ്പിൾസ് ഞാൻ ഇവിടെ നൽകിയിട്ടുണ്ട്. റെഗുലേറ്റിംഗ് ആക്ടിനെ പറ്റി, സബ്സിഡറി അലയൻസിനെ പറ്റിയൊക്കെയുള്ള മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതേപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളും എക്സ്പെക്ട് ചെയ്യാം. നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഇതിൽ പെരിഫറൽ ആയിട്ട് നിൽക്കുന്ന കുറച്ചധികം ടോപ്പിക്സ് ആണ്. നമുക്ക് അതൊക്കെ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏർലി ഗാന്ധിയൻ അജിറ്റേഷൻസ്. ഈ ടോപ്പിക്ക് നമ്മൾ ഓൾറെഡി പ്രൊമിനന്റ് ലീഡേഴ്സ് പഠിക്കുമ്പം ഗാന്ധിജിയെ പറ്റി പഠിക്കും. അപ്പം നമ്മൾ എന്തായാലും ഈ ടോപ്പിക്ക് കവറായി പോകും. 2 ചോദ്യങ്ങളാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ളത്. നമുക്കറിയാം ചമ്പാരൻ, ഖേദ, അഹമ്മദാബാദ്. നമ്മുടെ കേക്ക് എന്ന് നമ്മൾ ഷോർട്ട് ഫോമിൽ പഠിക്കുന്ന ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യകാല സത്യാഗ്രഹങ്ങളും. അപ്പോൾ അതിനെപ്പറ്റി പഠിക്കുക. അതും ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്കിനുള്ള ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, വർഷം,
ഗാന്ധിജി അല്ലാതെ ഇൻവോൾവ് ആയിട്ടുള്ള മറ്റ് നേതാക്കൾ ആരൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു മേഖലയിൽ ഫോക്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇനി അടുത്തത് ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ്സ് ആഫ്റ്റർ 1945. അപ്പോൾ ഇവിടെ നമ്മൾ പാർട്ടീഷനോട് അനുബന്ധിച്ച് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസിനോടും പാർട്ടീഷനോടും അനുബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ ഫോക്കസ് ചെയ്യുക. ഇതും 2 മാർക്കിന്റെ രണ്ട് ചോദ്യങ്ങൾ വീതം ചോദിച്ചിട്ടുള്ള ഒരു ഏരിയയാണ്. 23-ലും 25-ലും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഈ മേഖലയിൽ നിന്നും. ഇപ്പം നമ്മുടെ ക്യാബിനറ്റ് മിഷൻ പ്ലാനും അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപീകരിക്കുന്നതും അതിനുശേഷം വരുന്ന ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947-ഉം പാർട്ടീഷനെ പറ്റിയിട്ടുള്ള ഫാക്ട്സും ഒക്കെ തന്നെ ഈ ഒരു ഏരിയയിൽ നിങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ തന്നെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരു ഏരിയയാണ്. നമ്മളിവിടെ 1-2 ചോദ്യങ്ങൾ നോക്കാം. റൗലറ്റ് ആക്ട്, പാർട്ടീഷൻ ഓഫ് ബംഗാൾ പോലുള്ള ക്രൊണോളജിക്കൽ ഓർഡറിൽ എഴുതാനുള്ള ചോദ്യങ്ങൾ പലവട്ടം വന്നിട്ടുണ്ട്. അങ്ങനെ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റിലെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്രൊണോളജിക്കൽ ഓർഡർ ചോദ്യങ്ങൾ 1 അല്ല 2 വട്ടം റിപ്പീറ്റ് ആയി വന്നിട്ടുണ്ട്. ഗാന്ധിജി മേൽനോട്ടം വഹിച്ചിട്ടുള്ള സത്യാഗ്രഹങ്ങളുണ്ട്, അല്ലാത്ത പ്രധാനപ്പെട്ട എപ്പിസോഡ്സും ഉണ്ട്. ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് തന്നെ പഠിക്കുക. ഇനി ഗാന്ധിജിയുടെ കാര്യം നമ്മൾ 2 പറഞ്ഞു. ഒന്ന് പ്രൊമിനന്റ് ലീഡേഴ്സിനെ പറ്റി പറഞ്ഞപ്പോഴും പറഞ്ഞു, പ്ലസ് ഏർലി ഗാന്ധിയൻ അജിറ്റേഷൻസിന്റെ അകത്തുനിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെന്ന്. സോ ഗാന്ധിജിയെ വിട്ടിട്ട് നമുക്ക് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കാൻ പറ്റത്തില്ല. സോ നമ്മുടെ പ്രിപ്പറേഷനിൽ ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങൾ നമ്മൾ ഹിസ്റ്ററിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഗാന്ധിജിയുടെ ടോപ്പിക്കിലോട്ട് കുറച്ചധികം സമയം നിങ്ങൾ ചിലവഴിക്കാൻ ശ്രമിക്കുക. ഏർലി ഗാന്ധിയൻ ഫേസ് പഠിക്കണം. പിന്നെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. അതിന്റെ ഖിലാഫത്ത് മൂവ്മെന്റിനെ ക്ലബ് ചെയ്തതിനെ പറ്റി പഠിക്കണം. പിന്നെ അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കോൺഗ്രസ് സെഷൻസ്, കൽക്കട്ടയിലെയും നാഗ്പൂരിലെയും കോൺഗ്രസ് സെഷൻസിനെ പറ്റി പഠിക്കുക. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്, ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കോൺഗ്രസ് സെഷൻ 1929-ലെ ലാഹോർ സെഷൻ, പിന്നെ ഗാന്ധി ഇർവിൻ പാക്ട് ഒക്കെ തന്നെ നമ്മൾ ഈ ഒരു സമയത്ത് പഠിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഗാന്ധി ആസ് പ്രൊമിനന്റ് ലീഡർ. സോ ഗാന്ധിജിയുടെ അടുത്ത് നിന്ന് തന്നെ 9 ചോദ്യങ്ങളാണ് ഇതുവരെയുള്ള ഡിഗ്രി പ്രിലിംസ് എക്സാമിന് വന്നിട്ടുള്ളത്. സോ ഗാന്ധിയെ നമുക്ക് മറക്കാൻ പറ്റത്തില്ല. ഈ സ്ഥിരമായിട്ടുള്ള ചോദ്യങ്ങൾ വരുന്ന ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യാതെ എക്സാമിനുള്ള പ്രിപ്പറേഷൻ നമ്മുടെ പൂർത്തിയാവത്തില്ല. സോ ഗാന്ധിജിയെ പറ്റി കൃത്യമായിട്ട് തന്നെ പഠിച്ച് അത്യാവശ്യം വസ്തുതകളൊക്കെ തന്നെ കളക്ട് ചെയ്തിട്ട് വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തോണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്ന് ക്ലബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, നമുക്ക് ഒരു തരത്തിലും വിട്ടുകളയാൻ പറ്റാത്ത ഏരിയാസ് ആണ് ഇന്ത്യൻ റിനൈസൻസും പ്രൊമിനന്റ് ലീഡേഴ്സിനെ പറ്റിയിട്ടുള്ള പ്രധാനപ്പെട്ട ഫാക്ട്സും. അതിൽ തന്നെ ഗാന്ധിജിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിക്കുക. 13 ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ട് 9 ചോദ്യങ്ങളാണ് മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. സോ ഗാന്ധിജിയെ പറ്റിയുള്ള ചോദ്യങ്ങൾ, ഇന്ത്യൻ റിനൈസൻസിനെ പറ്റിയുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ ഹിസ്റ്ററിയിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഏരിയ, ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക്സ്. പിന്നീട് നമ്മുടെ ടയർ 2 ടോപ്പിക്സുകളാണ് കമ്പനി റൂള്, ഏർലി ഗാന്ധിയൻ അജിറ്റേഷൻസ്, 1945-ന് ശേഷമുള്ള ഗവൺമെന്റിന്റെ ഇനിഷ്യേറ്റീവ്സ്. ടയർ 3-ൽ വരുന്നത് 1857 റിവോൾട്ട് വരും, NCM വരും, CDM നോൺ കോപ്പറേഷൻ മൂവ്മെന്റും സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റും വരും. ക്രൗൺ റൂളിന്റെ സമയത്തെ പ്രധാനപ്പെട്ട നിയമങ്ങളെ പറ്റി ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. മോഡറേറ്റ് നാഷണലിസവുമാണ് പിന്നീട് ചോദ്യങ്ങൾ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഏരിയാസും. ഈ ഒരു പ്രയോറിറ്റി കൊടുക്കേണ്ട മേഖലകൾക്ക് ഇത്തവണ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രയോറിറ്റി തന്നെ കൊടുക്കുക. അതനുസരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷനെ നിങ്ങൾ ബിൽഡ് ചെയ്യുക. ബാക്കി ടോപ്പിക്കുകളെ വിട്ടുകളയണമെന്നല്ല ഈ പറഞ്ഞു വരുന്നത്, മറിച്ച് മറ്റ് ടോപ്പിക്സിനെ കൊടുക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടൻസ് ഈ ഒരു ടോപ്പിക്സിന് കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഹിസ്റ്ററിയുടെ പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്കുകളായിട്ട് വരുന്ന ഏരിയാസ്. കൃത്യമായിട്ട് തന്നെ പഠിക്കുക. നമ്മുടെ മാമാങ്കം ടെസ്റ്റ് സീരീസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രിലിംസ് എക്സാമിന് മുന്നോടിയായിട്ട് എല്ലാവരെയും കൃത്യമായ രീതിയിൽ എക്സാമിന്റെ രീതികളൊക്കെ തന്നെ മനസ്സിലാക്കുന്ന രീതിയിൽ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാമാങ്കം ടെസ്റ്റ് സീരീസിന്റെ അകത്ത് ചോദ്യങ്ങളൊക്കെ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി ജോയിൻ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ മാമാങ്കം ടെസ്റ്റ് സീരീസ് ജോയിൻ ചെയ്യുക. അതിന്റെ ലിങ്ക് ഇവിടെ നൽകിയിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഈ ഒരു PSCയുടെ പാറ്റേൺ അനുസരിച്ചിട്ടുള്ള ചോദ്യങ്ങളും ടോപ്പിക്സുകളും സബ് ടോപ്പിക്സുകളും ഒക്കെ തന്നെയാണ് നമ്മുടെ ടെസ്റ്റ് സീരീസിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റിയൽ പ്രിലിംസ് എക്സാമിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ലേണിംഗ് എക്സ്പീരിയൻസ് തരാൻ നമ്മുടെ മാമാങ്കം ടെസ്റ്റ് സീരീസിന് സാധിക്കും. അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.